ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 407 നോളജ് എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മിനിമാക്സ് അൽഗോരിതത്തെ പറ്റിയാണ്. മിനിമാക്സ് അൽഗോരിതം ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന മിൻമാക്സ് അൽഗോരിതം തന്നെയാണ്. അപ്പോൾ ആ അൽഗോരിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാക്സിമം വാല്യൂ, പിന്നെ മിനിമം വാല്യൂ, വീണ്ടും മാക്സിമം വാല്യൂ, വീണ്ടും മിനിമം വാല്യൂ, അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് മാക്സും മിന്നും എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമവും മാക്സിമവും എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് പൊതുവേ അല്ലെങ്കിൽ മിനിമാക്സ് അൽഗോരിതം പൊതുവേ ഒരു ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം എന്നോ ഒരു റിക്കേഴ്സീവ് അൽഗോരിതം എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു അൽഗോരിതമാണ്. അതായത് നമ്മൾ റൂട്ട് ലെവലിൽ നിന്നുകൊണ്ട്, അതായത് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ട് ലീഫ് ലെവലിലേക്ക് പോയതിനു ശേഷം തിരിച്ച് ലീഫ് ലെവലിൽ നിന്നുകൊണ്ട് റൂട്ട് ലെവലിലേക്കാണ് റിസൾട്ട് ഫില്ല് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. പൊതുവേ ഇത്തരത്തിലുള്ള അൽഗോരിതംസ് ഒരു ഡിസിഷൻ മേക്കിംഗ് അൽഗോരിതമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ ട്രീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിനിമാക്സ് അൽഗോരിതം ഈസ് എ റിക്കേഴ്സീവ് ഓർ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗെയിം തിയറി. ദിസ് അൽഗോരിതം കമ്പ്യൂട്ട് ദ മിനിമാക്സ് ഡിസിഷൻ ഫോർ ദ കറണ്ട് സ്റ്റേറ്റ്. It is usually used in two-player turn-based games such as tic-tac-toe, chess, etc. Minimax algorithm perform a depth-first search algorithm for the exploration of the complete game theory. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന നോഡ് മുതൽ ഒ എന്ന് പറയുന്ന നോഡുകളുണ്ട്. ഇനിഷ്യലി നമ്മൾ ഈ ലീഫ് നോഡിൻ്റെ വാല്യൂസ് മാത്രമായിരിക്കും കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് ഏറ്റവും മുകളിൽ മാക്സിമം വാല്യൂ, പിന്നെ മിനിമം വാല്യൂ, വീണ്ടും മാക്സിമം വാല്യൂ എന്ന രീതിയിൽ താഴോട്ട് വരികയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, -1ഉം 4ഉം, -1ഉം 4ൽ മാക്സിമം എന്ന് പറയുന്നത് 4 ആണ്. 4 ഈ റൂട്ട് ഈ നോഡിനെടുത്തു, ഡി എന്ന് പറയുന്ന നോഡ്. ഇനി ഇ എന്ന് പറയുന്ന നോഡിനെടുക്കാൻ വേണ്ടി 2ഉം 6ഉം, അതിലെ മാക്സ് 6 ആണ്. -3ഉം -5ഉം, അതിലെ മാക്സ് -3 ആണ്. എന്നും 0ഉം 7ഉം 7 ആണ്. ഇനി 4ഉം -3ഉം കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് മിനിമം വാല്യൂ, ഈ 4 6ൽ നിന്ന് മിനിമം വാല്യൂ എടുത്തു 4, -3 7ൽ നിന്ന് മിനിമം വാല്യൂ എടുത്തു -3, ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ എടുത്തു 4. ഇനി ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് A to B, B to D, D to I, A B D I എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടാണ്. മിൻമാക്സ് അൽഗോരിതം, മാക്സ് മിൻ അൽഗോരിതം ഉണ്ട്. എന്നാൽ ഇവിടെ മിനിമാക്സ് അൽഗോരിതം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടില്ല. മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ട് പോകണമെന്നോ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് പോകണമോ എന്നുള്ള കാര്യമൊന്നും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്കോ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കോ ഉള്ള പാത്ത് ഫോളോ ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. കാൽക്കുലേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അതും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വലിയ ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ് ഉള്ള ട്രീകളിൽ, അല്ലെങ്കിൽ ഒരുപാട് നോഡുകൾ, ഇൻ്റർമീഡിയറ്റ് നോഡുകൾ ഒരുപാട് ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ളതിൽ ഇത് ചെയ്യുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഫ് ദ ഗെയിം കണ്ടെയ്നിങ് ഹ്യൂജ് ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ് ദ ടെക്നിക് ഈസ് നോട്ട് സ്യൂട്ടബിൾ. അതായത് ഒരുപാട് ബ്രാഞ്ചസോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് നോഡൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ സ്യൂട്ടല്ല. ഇത്രയുമാണ് മിൻമാക്സ് അൽഗോരിതത്തെ പറ്റി നമുക്ക്, അല്ലെങ്കിൽ മിനിമാക്സ് അൽഗോരിതത്തെ പറ്റി നമുക്ക് പറയുവാനുള്ളത്. അപ്പോൾ പൊതുവേ മിനിമാക്സ് അൽഗോരിതം ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഈ ഒരു അൽഗോരിതം അറിയപ്പെടുന്നത്.